ബുധനാഴ്ച LSSന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. ആ LSS പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേ മോഡൽ പരീക്ഷ കഴിഞ്ഞു. ആ മോഡൽ എക്സാമിൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഏകദേശം അതിന് സമാനമായ ചോദ്യങ്ങളാണ് LSSന്റെ പരീക്ഷയ്ക്ക് നമുക്ക് വരിക. ബുധനാഴ്ച എല്ലാവരും നല്ല ഉന്മേഷത്തോടു കൂടി ആ ഒരു എക്സാമിന് പങ്കെടുക്കുക. നമുക്ക് ആദ്യം ഒരു ചോദ്യം വെച്ച് തുടങ്ങാം. ഇതാണ് 329, 378, 427. What is the next number എന്നാണ്. 329, 378, 427. അടുത്ത നമ്പർ ഏതാണ്? 476 എന്ന ആൻസർ ശരിയാണ്. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. 476 ശരിയാണ്. അൽഫ 329ഉം 378 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 329 and 378? എത്ര? 49 is the difference. And see the difference of 378 and 427. അതും 49 ആണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, 49 ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. 427 കൂടെ 49 ആഡ് ചെയ്താൽ എത്ര കിട്ടും? പറയൂ അൽഫ, എത്ര കിട്ടും? അതെങ്ങനെയാ കിട്ടിയതെന്നൂടി പറഞ്ഞു കൊടുക്കൂ. ഒന്ന് ഇംഗ്ലീഷിലും പറയണേ എടുക്കുക, കാരണം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ് കൂടുതലുള്ളത് കേട്ടോ. ഓക്കെ, ശരി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പല കുട്ടികൾക്കും ശരിയാണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, യെസ്. മറ്റു കുട്ടികൾക്ക് ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്യാം. പറയൂ, ഇത് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ ഓക്കെ, ശരി 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 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് മന്ത് വിച്ച് ഹാവ് 30 days ഓൺലി. ഓഹോ, നമുക്കറിയാം ഒരു വർഷത്തിൽ 12 മാസമാണ് ഉള്ളത് എന്ന്. Number of months which have 30 days. 30 days only. 30 ദിവസങ്ങളിലുള്ള മാസങ്ങൾ എത്ര ഉണ്ടെന്നുള്ള ചോദ്യം. 30 ദിവസങ്ങളിലുള്ള മാസങ്ങൾ എത്രയുണ്ട്? അൽഫ, എന്റെ ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കൂ. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ അൽഫ? എത്രയാണ്? 4. 4 റൈറ്റ് ആൻസർ ആണ്. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അൽഫക്ക് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ എന്ന് കോഹോസ്റ്റ് ആയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കോഹോസ്റ്റ് ഔട്ടാണ്. 30 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? 31 നമ്മളോട് സാധാരണ ചോദിക്കാറ്. ഇവിടെ 30 ദിവസമാണ് ചോദിച്ചത്. പറയും. ഏപ്രിൽ,
ഏപ്രിൽ ക്ലിയർ ആയില്ല. ഏപ്രിൽ. അൽഫയെ പോലെ തന്നെ കോഹോസ്റ്റ് ആയ 2 കുട്ടികൾ വേറെയുണ്ട്. ആ കുട്ടികളൊന്ന് മുന്നോട്ട് വരും. പേര് പറയൂ. ഗൗരി പാർവതി. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? ഗൗരി പാർവതി. ജൂൺ, സെപ്റ്റംബർ, നവംബർ. അപ്പോൾ 31 മാസങ്ങളുള്ള 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? ജാനുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിൽ അല്ല, പോട്ടെ. ഏപ്രിൽ അല്ല, മെയ്. കോഹോസ്റ്റായ കുട്ടികളാണ് ഇടപെടേണ്ടത്. മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. 1 2 3 4 5 6 7. ഓഹോ, 7 എണ്ണം 31 ഡേയ്സും 4 എണ്ണം 30 ഡേയ്സും ആയാൽ 7 4 11 മാസമല്ലേ ആയുള്ളൂ. ബാക്കി 1 എവിടെ? ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിൽ എന്താ സംഭവിക്കുക? അതിവർഷം എന്നതിന് ഇംഗ്ലീഷ് എന്താണ്? ലീപ് ഇയർ. കേട്ടോ, ലീപ് ഇയർ. ഗൗരി പാർവതി കേൾക്കുന്നില്ലേ? കോഹോസ്റ്റ് ആകുന്നത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, അപ്പം ഇടക്ക് മറുപടി പറയണം ഗൗരി പാർവതി. കേട്ടോ. ഗൗരി പാർവതി, ഇത് നമ്മുടെ രാഘവട്ടനാണ്. ആരാണ്? രാഘവൻ. ഇതാണ് നമ്മുടെ രാഘവട്ടൻ. ഗൗരി പാർവതിയുടെ ഫോണിൽ എന്തോ സൗണ്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കണേ. രാഘവട്ടൻ ചോദ്യം ഇതാണ്. 2 രീതിയിൽ ചോദ്യം വരാം. 9ാമത്തെ ആളാണ്, 9th പേഴ്സൺ ആണ്. ഒരു ക്യൂയില് 9ാമത്തെ ആളാണ് രാഘവട്ടൻ. ഈ ചോദ്യം എങ്ങനെയാണ് നമുക്ക് ചോദിക്കുക? ഇത്തരം ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, എന്നാ അത് കേട്ടോളൂ. ഇത്തരം ചോദ്യം വരാൻ പോവുകയാണ്. ഇഫ് എ പേഴ്സൺ ഈസ് 11th ഫ്രം ദ ഫ്രണ്ട് സൈഡ്. ഇങ്ങനെ ആയിക്കോട്ടെ. ഈ രാഘവട്ടൻ എന്ന ആള് മുന്നിൽ നിന്ന് 11ാമത്തെ ആളാണ്. ആൻഡ് 17th ഫ്രം ദ ബിഹൈൻഡ്. അല്ലെ, മുന്നിൽ 14. ഈ രാഘവട്ടന്റെ മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ രാഘവട്ടൻ 17ാമത്തെ ആളും പിന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 11ാമത്തെ ആളുമാണ്. ആ ഒരു ക്യൂവിൽ എത്ര പേരുണ്ടാവും? വെരി ഗുഡ്. 27. എങ്ങനെയാണ് 27 കിട്ടുന്നത്? അതായത് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 11ഉം 17ഉം തമ്മിൽ കൂട്ടുന്നു. 11 + 17 28. അതിൽ നിന്ന് രാഘവട്ടനെ നമ്മൾ കുറയ്ക്കുന്നു. അങ്ങനെയാണ് 27 കിട്ടുന്നത്. രാഘവട്ടൻ മുന്നിൽ നിന്ന് എണ്ണിയിട്ട് 17ാമത്തെ ആളും പിന്നിൽ നിന്ന് എണ്ണിയിട്ട് 11ാമത്തെ ആളുമാണെങ്കിൽ 11ഉം 17ഉം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 28 രാഘവട്ടനെ നമ്മൾ കുറയ്ക്കുന്നു. അതാണ് ചോദ്യം. ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക അൽഫ. ശരി, നമുക്ക് ഗൗരി പാർവതിയെ വരയ്ക്കാം.
ഗൗരി പാർവതി ഏഴാമത്തെ ആളാണ്. ഇതാണ് ഗൗരി പാർവതി. ഗൗരി പാർവതി ഇവിടുന്ന് എണ്ണീട്ട് ഏഴാമത്തെ ആളാണെന്ന് പറയുന്നു. അപ്പം ഗൗരി പാർവതിയുടെ പിന്നിൽ 6 പേരെ കാണണം. 1 2 3 4 5 6. 1 2 3 4 5 6 ഏഴാമത്തെ ആളാണ് ഗൗരി പാർവതി. തൊട്ടപ്പുറത്തും മുന്നിലും ഗൗരി പാർവതിയുടെ കയ്യിൽ മുന്നിൽ 6 പേര് വേറെയുണ്ട്. 1 2 3 4 5 6. മുന്നിൽ നിന്ന് എണ്ണീട്ടും ഏഴാമത്തെ ആളാണ്, പിന്നിൽ നിന്ന് എണ്ണീട്ടും ഏഴാമത്തെ ആളാണ് ഗൗരി പാർവതി എങ്കിൽ ഗൗരി പാർവതി ഉൾപ്പെടെ ആ ക്യൂവിൽ എത്ര പേരുണ്ടാവും? ഗൗരി പാർവതി ഉൾപ്പെടെ ആ ക്യൂവിൽ എത്ര പേരുണ്ടാവും അൽഫ? എത്ര പേരുണ്ടാവും? അപ്പോൾ 1 2 3 4 5 6 7 ഗൗരി പാർവതി, 8 9 10 11 13 14. ആരോ വിളിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, പറയൂ ഗൗരി പാർവതി എത്ര ഉണ്ടാവും? 30. അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 പേരാണ് ഉണ്ടാവുക. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? ഏഴാമത്തെ ആള് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ഉം 7ഉം തമ്മിൽ കൂട്ടിയിട്ട് 14ൽ നിന്ന് 1 കുറയ്ക്കുന്നു, 13 ആണ് നമ്മുടെ ആൻസർ. റെഡി? ഓക്കെ ആയോ അൽഫ? അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. കിട്ടി. അപ്പോൾ ആ ക്യൂവിൽ 13 ആളാണ് ഉണ്ടാവുക. ആ 13ൽ ആര് പെടും? ഗൗരി പാർവതി പെടണം. ശരി അൽഫ, ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയി. ആ കടയിൽ പോയിട്ട് 6 പേന വാങ്ങി. എത്ര പേന വാങ്ങിയത്? 6. ആ കടക്കാരന് ഞാൻ 100 റുപ്പീസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 റുപ്പീസ്. വാങ്ങിയത് എത്ര പേനയാണ്? 6 പെൻ. കൊടുത്ത പൈസ എത്രയാണ്? 100 രൂപ. 100 റുപ്പീസ് കൊടുത്തു. കടക്കാരൻ എനിക്ക് 4 രൂപ തിരിച്ചു തന്നു. അപ്പോൾ കടക്കാരൻ എത്ര രൂപ എന്നോട് എടുത്തിട്ടുണ്ടാവും? എങ്ങനെ ഗൗരി പാർവതി കേൾക്കാമോ? ഓക്കെ, I bought 6 pens. I have given 100 rupees and the balance I got 4 rupees. And what is the total cost of 6 pen? 96. Okay, 96 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നത്. 4 രൂപ എനിക്ക് ബാലൻസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഗൗരി പാർവതി, എനിക്ക് 6ന്റെ കൂടെ ഒരു പേനയും കൂടി വാങ്ങണം. എനിക്ക് ഒരു പേനയും കൂടി വാങ്ങണം എങ്കിൽ ഞാൻ എത്ര രൂപ കൊടുക്കണം ഗൗരി പാർവതി? അൽഫ, ഞാൻ എത്ര രൂപ കൊടുക്കണം? ഞാൻ 6 പേന വാങ്ങിയിട്ട് 96 രൂപ കൊടുത്ത് 4 രൂപ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കയ്യിൽ കിടക്കുകയാണ്. ഞാൻ എത്ര രൂപ കൊടുക്കണം എനിക്ക് ഒരു പേനയും കൂടി കിട്ടാൻ? എന്തിനാ 16 കൊടുക്കുന്നത്? 4 അവിടെ ഇല്ലേ? എന്തിനാണ് അൽഫ 16 കൊടുക്കുന്നത്? 4 രൂപ എന്റെ കയ്യിലില്ലേ? വേണ്ടേ? അൽഫ കാര്യം പിടികിട്ടില്ല. ഗൗരി പാർവതിക്ക് മനസ്സിലായോ സംഭവം? എന്താണ് പറയൂ? 96 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 16 റുപ്പിയ ആണ് ഒരു പേനയുടെ വില. ഒരു പേനയ്ക്ക് 16 രൂപയാണ്. അങ്ങനെയുള്ള 6 പേനയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഒരു പേന കൂടി ഇനി വാങ്ങണമെങ്കിൽ ഞാൻ 16 രൂപ കൊടുക്കണ്ടേ? പക്ഷെ എന്റെ കയ്യിൽ അയാൾ തന്ന 4 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എത്ര രൂപ കൂടി കൂട്ടിയിടണം? 12 റുപ്പീസ് കൂടി കൂട്ടിയിടണം. ഗൗരി പാർവതി അതൊന്ന് വിവരിച്ചു കൊടുക്കൂ.
അൽഫ, അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കൂ. ഒരു കടയിൽ നിന്ന് 6 പെൻ വാങ്ങി. അതിനുശേഷം കടക്കാരന് 100 രൂപ നൽകി. സാറിന് തിരിച്ച് കടക്കാരൻ 4 രൂപ തിരിച്ചു നൽകി. എന്നാൽ സാറിന് ഒരു പേന കൂടി വാങ്ങണമെങ്കിൽ കടക്കാരന് എത്ര രൂപ നൽകണം? ശരി, എത്ര രൂപ നൽകണം? ഞാൻ എത്ര രൂപയും കൂടി കൂട്ടി കൊടുക്കണം? കാരണം കടക്കാരന്റെ കൈ കിടക്കുകയാണ് 4 രൂപ. ആ 4 രൂപ കടക്കാരന്റെ കൈ കിടക്കുകയാണ്. ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ എത്രയും കൂടി ഇനി അങ്ങോട്ട് കൊടുക്കണം? എത്ര രൂപ? 12 രൂപ. ഇനി ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് കൂടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ്. എല്ലാവരും കൂടി ചാടി പറയരുത്. ഓരോ സ്കൂൾ വൈസായിട്ട് വന്നാൽ വളരെ ഉപകാരമായിരുന്നു. കുട്ടികൾക്ക് പ്രതികരിക്കാം. ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പറയാം പ്രത്യേകിച്ച്. ഓക്കെ ഓക്കെ സ്റ്റാർട്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇന്നലെ വന്നിരിക്കുന്ന മനസ്സിലായില്ല. പിന്നെ പറയൂ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ശരി, മനസ്സിലാക്കി തരാം. ഒന്നുകൂടി പറയാം. ഞാനൊരു കടയിൽ പോയിട്ട് എനിക്ക് 6 പേന വാങ്ങണം. ഞാൻ 6 പേന വാങ്ങാൻ തീരുമാനിച്ചു. ഞാൻ കടക്കാരന് 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ എന്നോട് പറഞ്ഞു 4 രൂപ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട്, ബാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ 6 പേനയ്ക്ക് ഞാൻ 96 രൂപയെ എനിക്ക് വന്നിട്ടുള്ളൂ. 6 പേനയ്ക്ക് 96 രൂപ എങ്കിൽ ഒരു പേനയുടെ വില കാണാൻ 96/6 അത് 16 രൂപ കിട്ടും. ആ 16 രൂപയാണ് ഒരു പേനയുടെ വില. കടക്കാരനോട് ഞാൻ പറഞ്ഞു എനിക്ക് 6ന്റെ കൂടെ ഒരു പേന കൂടി വാങ്ങണം. ഞാൻ വീണ്ടും 16 കൊടുക്കണം. പക്ഷേ 16 ഞാൻ കൊടുക്കേണ്ടതില്ല. കടക്കാരനോട് ഞാൻ ഈ ബാലൻസ് വാങ്ങിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? ഈ ബാലൻസ് ആയ 4 രൂപയും കൂടി കുറച്ചിട്ട് 12 രൂപ കൊടുത്താൽ മതി. ഇതാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ആണോ? ഈ പറഞ്ഞ 12 രൂപ കിട്ടുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഓ, എന്താ മോളെ പേര്? ശിവാനി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. മൈക്ക് അവർ മ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുമെങ്കിൽ, ആവശ്യത്തിന് മാത്രം കുട്ടികൾ ഉപയോഗിക്കുന്നു, കുട്ടികൾക്ക് മാത്രം ഫോൺ കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ആരെയും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നില്ല. ശിവാനി കേൾക്കാമോ? യെസ്. ശിവാനി, എന്റെ അടുത്ത ചോദ്യം 1 2 3 4 these are 4 digits. 4 അക്കങ്ങളാണ്. ശിവാനി ചെയ്യേണ്ടത് ഇത്ര മാത്രം. എല്ലാവരും ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതുകൊണ്ട് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കുക. ഇതുകൊണ്ട് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കുക. അതിപ്പോ പറയണ്ട. അത് രണ്ടും ഉണ്ടാക്കിയതിനു ശേഷം see the difference of these two numbers. What is the difference of the largest 4 digit number without repeating the digits and the smallest 4 digit number? What is the difference? ആ ഡിഫറൻസ് നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യൂ. എത്രയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എത്രയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ആരും വിളിച്ചു പറയേണ്ട, ടൈപ്പ് ചെയ്താൽ മതി. ശിവാനി ടൈപ്പ് ചെയ്ത് നോക്കണേ. ശിവാനി കുട്ടികൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്? എത്രയാണ് മോളെ ടൈപ്പ് ചെയ്തത്? 387 is the right answer. ശിവാനി പറയൂ, ഏറ്റവും ലാർജസ്റ്റ് ഏതായിരിക്കും? 21. സ്മോളസ്റ്റ് ഏതാണ് ശിവാനി?
ഓക്കെ, ശിവാനിയോട് ചോദിക്കുമ്പോൾ ശിവാനി മാത്രം മറുപടി അറിയാം, വേറെ കുട്ടികളുണ്ടെങ്കിൽ വേറെ കുട്ടി മാത്രം മറുപടി അറിയാം. അപ്പോൾ 4321 നിന്ന് 1234 കുറച്ചാൽ എത്രയാണ് ശിവാനി? 3087. ഓക്കെ, ശിവാനി ഏത് സ്കൂളാണ്? പ്രോവിഡൻസ് ജൂനിയറിലെ ശിവാനിയാണ്. ശിവാനിയോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് എല്ലാവരോടും കൂടിയുള്ള ചോദ്യമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ചോദ്യവുമാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഉറപ്പ് വരുത്തണം. ശരി ശിവാനി, എൻ്റെ ചോദ്യം ഇതാണ്. സ്വർണം, ഗോൾഡ് 1 സോവറിൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 8 ഗ്രാം. അത് നിങ്ങൾക്ക് അറിയാം. ഒരു പവൻ ഓർ 1 സോവറിൻ ദാറ്റ് ഈസ് 8 ഗ്രാം ആണെന്ന് ശിവാനിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി ശിവാനിയോട് മാത്രമുള്ള എൻ്റെ ചോദ്യമാണ്, അത് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ശിവാനി അവസാനം ആൻസർ പറഞ്ഞാൽ മതി. മറ്റു കുട്ടികൾ മൈക്ക് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി. ശിവാനി, ഞാൻ പറയുന്നത് കേൾക്കാം. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് 100-ലധികം കുട്ടികളുടെ രക്ഷിതാക്കളും കൂടെ ഇരിക്കുന്നതിന്. ബുധനാഴ്ച ഇവരുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. ഇനിയുള്ള ക്ലാസ്സുകൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടുള്ള ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ കണക്കിലെ ചോദ്യങ്ങൾ, അതിൽ വരുന്ന ചോദ്യങ്ങൾ അധികവും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് സമയത്ത്, അതായത് പ്രീവിയസ് ഇയറിൽ, അതുപോലെ മെഞ്ഞാന്നും തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുണ്ടാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പം ചർച്ച ചെയ്യാം, ഇപ്പം ഇങ്ങോട്ട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. അതിനിടയ്ക്ക് ശിവാനിയോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. അൽഫ, കേൾക്കാമോ? 1 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. 1 പവന് അന്ന് വാങ്ങിയ സമയത്ത് രമ്യ എന്ന എൻ്റെ സഹോദരി അന്ന് 1 പവൻ, 1 സോവറിന്റെ വില പോയോ? അല്ല, മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അൽഫ കേൾക്കാമോ? രമ്യ 1 പവന് 8 ഗ്രാമിന് സ്വർണത്തിന് 40 രൂപയായിരുന്നു അന്ന് വിലയുണ്ടായിരുന്നത്. 40,000 rupees. 40,000 rupees 2 വർഷം മുമ്പുണ്ടായിരുന്ന വിലയാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അന്നാണ് രമ്യ പോയിട്ട് 40,000 രൂപ കൊടുത്ത് 40,000 രൂപ വില 1 പവനുള്ള സമയത്ത്, 1 സോവറിനുള്ള സമയത്ത് 10 ഗ്രാമാണ് വാങ്ങിയത്. 10 ഗ്രാം എങ്കിൽ രമ്യ എത്ര രൂപ കൊടുക്കണം? ആ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ ഗൗരി, പാർവതി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആരാണ് ഇതിലെ കഥാപാത്രം? രമ്യക്ക് എന്താണ് വേണ്ടത്? 10 ഗ്രാം സ്വർണം വേണം. സ്വർണത്തിന് 1 ഗ്രാമിന് എത്ര വിലയുള്ളപ്പോഴാണ് രമ്യ 10 ഗ്രാം വാങ്ങിയത്? അൽഫ, 1 ഗ്രാമിന് എത്ര വിലയുള്ള സമയം, 8 ഗ്രാമിന് 1 പവന് എത്ര വിലയുള്ള സമയത്താണ് രമ്യ 10 ഗ്രാം വാങ്ങിയത്? 40,000 രൂപ വിലയുള്ള സമയത്താണ് 10 ഗ്രാം സ്വർണം പോയിട്ട് രമ്യ വാങ്ങുന്നത്. രമ്യ എത്ര രൂപ കൊടുക്കണം? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരിയായ ഉത്തരം ഏതെങ്കിലും വന്നിട്ട് പിടിക്കണേ. എത്രയാ മോളെ റൈറ്റ് ആൻസർ പറഞ്ഞത്? 50,000 കറക്റ്റ് ആണ്. 50,000 ആണ്. 50,000 കൊടുത്താലാണ് 10 ഗ്രാം കിട്ടും. ഈ ചോദ്യം ഗൗരി പാർവതിക്ക് 50,000 കിട്ടിയിട്ടുണ്ടോ?
മോളെന്താ ഇതിലല്ലേ? മോളെന്തിനാ ഇതിൽ 50,000 മോക്ക് കിട്ടിയിട്ടുണ്ടോ? Yes, sir. യെസ്. എങ്ങനെ കിട്ടി? 1 gram is equal to 50,000, 5,000. So you have to 10 grams is equal to 50,000. 1 സോവറിംഗ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാം അല്ലേ? Yes, sir. അപ്പം 8 ഗ്രാമിന്റെ വില എത്രയാണ്? 40,000. 40,000. 8 ഗ്രാമിന്റെ വില 40,000 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ 4 ഗ്രാമിന് എത്ര കൊടുക്കണം? 8 ഗ്രാമിന് 40,000 ആണെങ്കിൽ 4 ഗ്രാമിന് പെട്ടെന്ന് മറുപടി പറയണം. 20,000. 20,000. 4 ഗ്രാമിന് 20,000 കൊടുക്കണമെങ്കിൽ 2 ഗ്രാമിന് എത്ര കൊടുക്കണം? 10,000. 10,000. 1 ഗ്രാമിനോ? 5,000. 5,000. അപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണക്കടയിലൊക്കെ 1 ഗ്രാമിന്റെ വില അല്ലെങ്കിൽ 1 പവന്റെ വിലയൊക്കെ എഴുതി വെച്ചത് കാണാം. അത് ഓരോ ദിവസവും ഇങ്ങനെ വിലകൾ ഇങ്ങനെ മാറി വരുന്നതും കാണാം. അവരുടെ മൈക്ക് ഓണാണ്, ശ്രദ്ധിക്കുക. ഗൗരി പാർവതി മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ഇടയ്ക്ക് നോക്കണേ. അൽഫ കേൾക്കാമോ? Yes, sir. ഇവിടെ നമ്മുടെ രമ്യ വാങ്ങിയത് 10 ഗ്രാം അല്ലേ? Yes. അതിൽ എങ്ങനെയാണ് 50,000 കിട്ടുന്നത്? ഒരു പവന് 40,000 ആവുന്ന സമയത്ത് 1 ഗ്രാമിന് 5,000 രൂപയായിരിക്കും. ആ, അതും 5,000-നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 50,000 രൂപ കിട്ടും. 5,000-നെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 50,000 കിട്ടും. അല്ലെങ്കിൽ 4 ഗ്രാം 8 ഇവിടെ 2 10, 8 ഗ്രാമിന് 40,000, 2 ഗ്രാമിന് 10,000, 40,000 10,000 കൂടി കൂട്ടിയാൽ 50,000 കിട്ടില്ലേ? Yes, sir. യെസ്, ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഓക്കെ, പറയും. ആർക്കെങ്കിലും ഇത് തിരിയാത്തവരുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ച് പറയാം. ഹലോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് വിളിച്ചു പറയാം. ഹലോ. Yes, sir. യെസ് സാർ. Yes. Yes. 2020. ഇനി എല്ലാവരും സ്വന്തമായിട്ട് മൈക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് പഠിച്ചേ. മൈക്ക് മ്യൂട്ട് ചെയ്ത് പഠിച്ചേ. ഫോണൊക്കെ സൈലന്റ് ആക്കി വെച്ചേ. സൈലന്റ് ആക്കി വെച്ചേ. ഫോൺ സൈലന്റ് ആക്കി വെക്കൂ. പിന്നെ യെസ് സാർ. Yes, sir. Yes, sir. No, sir. Sir. Yes, sir. ശരി. അൽഫ, ഈ ബോർഡുമേൽ എഴുതിയിരിക്കുന്ന ഇയർ ഏതാണ്? 2020. ഈ കോഹോസ്റ്റായ കുട്ടികളിൽ ആരെങ്കിലും ഒരു കുട്ടി അവിടെ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ട് തൊട്ടടുത്തുനിന്ന് പേരൻസ് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കണേ. 2020 ഫെബ്രുവരി 27 is Thursday. 2020 ഫെബ്രുവരി 27 വ്യാഴാഴ്ചയാണ് എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, 2020 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? നിങ്ങൾക്ക് ഓപ്ഷൻ വേണോ ഗൗരി നന്ദ? ഗൗരി നന്ദ പോയി തോന്നുന്നു, മിണ്ടുന്നില്ല. വേറെ ആരൊക്കെയായിരുന്നു കോഹോസ്റ്റുള്ള കുട്ടികൾ? പറയൂ, പേര് പറയൂ. നക്ഷത്ര. നക്ഷത്ര കേൾക്കാമോ?
യെസ്. നക്ഷത്ര, എന്താണ് എന്റെ ചോദ്യം മോളെ? 2020 ഫെബ്രുവരി 27 ഒരു തേഴ്സ്ഡേയാണ്. അപ്പോൾ 2020 മാർച്ച് 1 ഏത് ദിവസം? ഏത് ദിവസമാണ് നക്ഷത്ര? സൺഡേ. സൺഡേ കറക്റ്റ് ആണ്. സൺഡേ കറക്റ്റ് ആണ്. എങ്ങനെയാ മോളെ കിട്ടുന്നത്? ഫെബ്രുവരി 27 തീയതി തേഴ്സ്ഡേ ആണെന്ന് പറഞ്ഞു. ശരി. പിന്നെ 28 തീയതിയോ? ഫ്രൈഡേ ആണ്. അന്ന് 29 ഉണ്ടാവോ? 2020 ആകുമ്പോ ഫെബ്രുവരി 29 ഉണ്ടാവോ? എന്തുകൊണ്ട്? ലീപ് ഇയർ. അപ്പൊ ഫെബ്രുവരി 29 സാറ്റർഡേ ആണ്. പിന്നെ തൊട്ടടുത്ത് മാർച്ച് 1 വരികയാണ്. മാർച്ച് 1 ഏത് ദിവസമായിരിക്കും മോളെ? സൺഡേ. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ സൺഡേ എന്ന്? യെസ്, വെരി ഗുഡ്. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ലേശം ആലോചിച്ചിട്ട് നിങ്ങളുടെ പേരൻസിനോട് കൂടി ചിലപ്പോൾ ചോദിച്ചിട്ട് എഴുതേണ്ട ഒരു ചോദ്യമാണ് ഞാൻ തരുന്നത്. ശ്രദ്ധിച്ചോളൂ. അത് നിങ്ങൾക്ക് പേരൻസിന്റെ കൂടി സഹായം തേടാം. 1 2 3 4 5 6 7 8 9 ഈ ഒരു പാറ്റേൺ എഴുതണേ എല്ലാവരും. 10 11 12 13 14 15 16 ഇങ്ങനെ 4 വരിയാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. നക്ഷത്ര, എഴുതിയ വരികളൊന്ന് വായിക്കൂ നക്ഷത്ര. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ. നക്ഷത്രയോട് എന്റെ ചോദ്യം ഇതാണ്, എല്ലാവരോടുള്ള എന്റെ ചോദ്യം ഇതാണ്. ഇതിലെ 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ? അത് എഴുതി നോക്കാതെ പറയണം. വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ? മോളെ ആ ചോദ്യം ഒന്ന് വായിച്ചോളൂ. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോ അതിലെ 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ക്വസ്റ്റ്യൻ? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോളെ? 82 ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? അത് റൈറ്റ് ആൻസർ ആണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ മോളെ. 82 is the right answer എന്ന് അവരെ അറിയിക്കൂ. റൈറ്റ് ആൻസർ ആണ് മോളെ. ഈ നമ്പറിന്റെ അവസാനം ചെക്ക് ചെയ്തോ? 1 4 9 16. അടുത്ത വരിയിൽ ആരായിരിക്കും വരിക അവസാനം? 25. അൽഫ കേൾക്കാമോ? ഇതിലെ ഓരോ അവസാനം വരുന്ന സംഖ്യകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അൽഫ? 1 4 9 16 25 36 49 64 81 100. അൽഫ, ഈ അവസാനം കാണുന്ന ഈ നമ്പറിന് എന്ത് പ്രത്യേകതയാണ് മോള് കാണുന്നത്? അത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1 into 1 ആണ് ഇവിടെ, 2 into 2 ആണ് ഇവിടെ, 3 into 3 ആണ് ഇവിടെ, അല്ലേ? ശരി. അപ്പൊ അവസാനം വന്നിരിക്കുന്നതൊക്കെ മോൾ പറഞ്ഞതുപോലെ സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളോട് 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 9ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 9 into 9 ആയ 81 ആവണം. 9ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 9 into 9 81 ആവണം. ഇനി 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പറിലേക്ക് വരുമ്പോൾ 81ന്റെ കൂടെ 1 കൂട്ടിയ സംഖ്യയായ 82 ആയേ മതിയാവൂ. നമ്മുടെ ആൻസർ 82. മനസ്സിലായോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നു. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു എന്ന് എനിക്കറിയണം. നക്ഷത്ര മനസ്സിലായോ? മനസ്സിലായി സർ.
യെസ് നക്ഷത്ര അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? മനസ്സിലാകാത്ത കുട്ടികൾക്ക് നക്ഷത്ര അതൊന്ന് പറഞ്ഞു തരും. നക്ഷത്ര അതൊന്ന് പറഞ്ഞു കൊടുക്കും. നക്ഷത്ര ഈ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കും നക്ഷത്ര. അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ 1, 4, 8, 9, 16, 25 എന്ന നമ്പേഴ്സ് ആണ് ലാസ്റ്റ് അവസാനിക്കുന്നത്. അത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അത് ഇപ്പോ 1 into 1 അങ്ങനെ എനിക്ക് കിട്ടുക. അപ്പൊ 2 into 2 അപ്പൊ 3 into 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 10 into 10 100 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 10th ലൈനിന്റെ ഫസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് അതിന്റെ മുകളിൽ 9th ലൈനിന്റെ 9 into 9 ചെയ്യുമ്പോൾ 81 കിട്ടും. അപ്പൊ അതിലേക്ക് ഒന്ന് കൂട്ടി 80. ആ 81 ആവട്ടെ 9th ലൈനിലെ ലാസ്റ്റ് നമ്പർ ആയിരിക്കും അല്ലേ നക്ഷത്ര? അല്ലേ? ആ 81ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 82 കിട്ടും. ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ. 1, 2, 3 മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതാ നക്ഷത്ര? 9. അത് 3 into 3 അല്ലേ നക്ഷത്ര? അപ്പൊ നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ എത്രയാ നമ്മള്? 10. അത് ഈ 9ന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ടല്ലേ കിട്ടുന്നത്? ആ അങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന കുട്ടികളാണ് LSS കുട്ടികൾ. LSS നേടണമെങ്കിൽ അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ വന്നാൽ കണ്ടുപിടിക്കണം. അതാ വരുന്നു അങ്ങനെ കണ്ടുപിടിക്കുന്ന മറ്റൊരു ചോദ്യം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഡാഷ് 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 ഡാഷ്. ചോദ്യം ഇതാണ്. ഇതിലെ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്ത നിമിഷം നക്ഷത്രക്ക് ഇടപെടാം, അല്പക്ക് ഇടപെടാം, ഗൗരി നന്ദക്ക് ഇടപെടാം. മറ്റു കുട്ടികൾ ടൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. അവരുടെ കറക്റ്റ് ഉത്തരമാണെങ്കിൽ അവർക്ക് ലൈക്ക് കൊടുക്കണം, അവരെ അഭിനന്ദിക്കുകയും വേണം. നക്ഷത്ര കറക്റ്റ് ആൻസർ ആണോ വന്നുകൊണ്ടിരിക്കുന്നത്? 55 എന്ന ഉത്തരം ശരിയാണ്. കാരണം 10ാമത്തെ വരിയിലെ അവസാന നമ്പർ 10 into 11/2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് 55 ആണ്. ശരിയാണ്, കുട്ടികൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 സംഖ്യകളുടെ തുകയാണ് കണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 സംഖ്യകളുടെ സമ്മാണ്. നിങ്ങളോട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സം ഓഫ് നമ്പേഴ്സ്, കുട്ടികൾക്ക് പ്രശ്നമുള്ള ചോദ്യവും അത് തന്നെയാണ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇത് മനസ്സിലാക്കി വെക്കണം. ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു 11 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ്? വാട്ട് ഈസ് ദ സം ഓഫ് natural numbers from continuous natural consecutive natural numbers from 11 to 40? Consecutive natural numbers from 11 to 40 11 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും നക്ഷത്ര? പറയും. 11 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്ര എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും? നക്ഷത്ര പോയോ? ഗൗരി നന്ദ പോയോ? അൽഫ കേൾക്കാം? യെസ്. എത്രയാണ് അൽഫ 11 മുതൽ 40 വരെയുള്ള തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം? 765. എങ്ങനെയാണ് മോളെ കിട്ടുന്നത്? നാൽപ്പത് into 41/2 അല്ലേ? അത് 820 കിട്ടും. എന്നിട്ടോ അത് എത്ര ഉണ്ടാവും? 55. എന്നിട്ട് 820 55 കുറച്ചോ? 765. വേറൊരു വിദ്യ കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു ഷോർട്ട് വഴി, അത് ശ്രദ്ധിച്ചോളൂ.
11 മുതൽ 40 വരെയുള്ള സംഖ്യകളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 11 40 തമ്മിൽ കൂട്ടുക. അൽഫ 11 മുതൽ 40 വരെ എത്ര സംഖ്യകൾ ഉണ്ട്? 11 മുതൽ 40 വരെ എത്ര സംഖ്യകൾ ഉണ്ട് എന്നറിയാൻ നക്ഷത്ര നമ്മൾ ചെയ്യേണ്ടത് 40 നിന്ന് 10 മൈനസ് ചെയ്താൽ മതി. 40 നിന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാണ്? 30. 40 നിന്ന് 11 മൈനസ് ചെയ്യണ്ട. ഇനി അഥവാ 11 മൈനസ് ചെയ്താൽ ഒന്ന് കൂട്ടണം. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? 40 നിന്ന് 10 മൈനസ് ചെയ്തു. 40 നിന്ന് 10 മൈനസ് ചെയ്താൽ 30 കിട്ടി. ആ 30ന്റെ പകുതി എത്രയാണ് അൽഫ? 15. ആ പൂത്തരായല്ലോ. 15 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. 11 40 കൂടി കൂട്ടിയാൽ 51. 51നെ 11 കൊണ്ട് ഗുണിച്ചാലും 51നെ 15 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്നത് അൽഫ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ്. ഈ വഴി കൂടി പറഞ്ഞു കൊടുക്കും അൽഫ. ശരി, ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്ന ചോദ്യം ഇതാണ്. ഞാൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ 11 മുതൽ 40 വരെ നിങ്ങളുടെ സഹായത്തോടുകൂടി കണ്ടെത്തിയിട്ട് എനിക്ക് 765 കിട്ടി. ഇനി നിങ്ങളുള്ള ചോദ്യം, what is the sum of consecutive odd numbers from 11 to 39? Next, what is the sum of consecutive even numbers from 12 to 40? ഇത് നിങ്ങളുടെ പക്കൽ കണ്ടെത്തണം. ഇപ്പല്ല, ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ. നിങ്ങളോട് ഞാൻ നേരത്തെ കണ്ടെത്തിയത് 11 മുതൽ 40 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായ 765 നമ്മൾ കണ്ടെത്തിയെങ്കിൽ, 765 കണ്ടെത്തിയെങ്കിൽ, what is the sum of consecutive odd numbers from 11 to 39 നിങ്ങൾ സ്വയം കണ്ടെത്തണം. അതേപോലെ what is the sum of consecutive even numbers from 12 to 40 അതും നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് നിങ്ങൾ പരീക്ഷിക്കണം. എന്ത് പരീക്ഷിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഓഡ് നമ്പേഴ്സും ഈ തന്നിരിക്കുന്ന ഈവൻ നമ്പേഴ്സും തമ്മിൽ കൂട്ടിയാൽ 765 തന്നെയാണോ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോഴല്ല, ഈ ക്ലാസ് കഴിഞ്ഞാൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൽഫ പോകാമോ അടുത്ത ചോദ്യത്തിലേക്ക്? യെസ്. ഇപ്പം ഇത് കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൽ ഈ ചോദ്യം അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. എല്ലാവരും കാണുക. ഇതാ ഒരു ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം ഇങ്ങനെയാണ്. ഒരു റെക്ടാങ്കിളാണ്. അൽഫ ആ റെക്ടാങ്കിളിനെ ഞാൻ വീണ്ടും ചെറിയ ചെറിയ റെക്ടാങ്കിൾ ആക്കി വായിക്കുകയാണ്. Alpha, how many rectangles are here? 4 എന്നല്ല മോളെ. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കും. 4 എന്നല്ല ഇവിടെ റെക്ടാങ്കിൾ. 4 എന്നല്ല, 5 അല്ല. പെട്ടെന്ന് 4 എന്നൊക്കെ തോന്നിയെങ്കിലും 4 അല്ല 5 അല്ല. നോക്കാം അൽഫ. നമ്പർ ഇട്ടോളൂ. 1 2 3 4. 1 plus 2 plus 3 plus 4 എത്രയാണ്? 10. അൽഫ ഇതിൽ നിന്ന് 10 എണ്ണം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും നോക്കാം. 1 2 3 4. അൽഫ ആദ്യം പറഞ്ഞ 4 കിട്ടി അല്ലേ ഗൗരി നന്ദ? നക്ഷത്ര കേൾക്കാമോ? നക്ഷത്ര ഈ ചെറിയ 4 എണ്ണം കിട്ടിയോ? ആ, 1 2 ചേർന്നാൽ ഒരു റെക്ടാങ്കിൾ കിട്ടില്ലേ? 2 3 ചേർന്നാൽ ഒരു റെക്ടാങ്കിൾ കിട്ടില്ലേ? 3 4 ചേർന്നാൽ ഒരു റെക്ടാങ്കിൾ കിട്ടില്ലേ? കിട്ടും. അപ്പം 4 1 5 1 6 എന്ന് 7 ആയി. അടുത്ത 3 എണ്ണം 1 2 3 ചേർന്നാൽ ഒരു റെക്ടാങ്കിൾ കിട്ടില്ലേ?
2, 3, 4 ചേർന്നാൽ ഒരു റെക്ടാങ്കിൾ കിട്ടില്ലേ? കിട്ടും. അപ്പോൾ 4, 5, 6, 7, 8, 9. അവസാനത്തെ ഒന്ന് എവിടെ? ആ ഒന്ന് എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറും കൂടി ആഡ് ചെയ്താൽ കാണുന്ന 1, 2, 3, 4 എന്ന ആ റെക്ടാങ്കിൾ അല്ലേ? ആ നക്ഷത്ര അതൊന്ന് പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ കണ്ടുപിടിക്കാം. ശരി, അടുത്ത ചോദ്യത്തിന് കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് ടൈപ്പ് ചെയ്യട്ടെ. ചോദ്യം ഇതാണ്. ഞാൻ ഒരു റെക്ടാങ്കിൾ ആദ്യം വരച്ചു. 1, 2, 3, 4, 5, 6 അത്രയും മതി തൽക്കാലം. How many rectangles are here? Alpha. 1 plus 2 plus 3 plus 4 plus 5 plus 6 എത്രയാണ്? എത്രയാണ്? 21. നക്ഷത്ര അത് 21 കിട്ടിയത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഞാൻ ഇവിടെ വേറൊരു ഐഡിയ ചെയ്യാൻ പോവുകയാണ്. ഈ റെക്ടാങ്കിളിനെ ഞാൻ സ്ക്വയർ ആക്കി മാറ്റുകയാണ്. ഇപ്പൊ സ്കെയിലൊന്നും വെക്കാതെ വരയ്ക്കുന്നതുകൊണ്ട് തൽക്കാലം മക്കൾ ഇതൊക്കെ സ്ക്വയർ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇതെല്ലാം സ്ക്വയർ ആണ്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ? അവിടെ വേറെ ഐഡിയ ആണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്നു 1, 2, 3, 4, 5, 6 എന്ന് നമ്പർ കൊടുക്കുന്നു. 1, 2 എന്ന് താഴോട്ട് കൊടുക്കുന്നു. ഇതിലെ സ്ക്വയേഴ്സിന്റെ എണ്ണം കാണാൻ നിങ്ങൾ നേരത്തെ ഇതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ഈ 6നെയും ഏറ്റവും വലുതിനെയും ഇവിടെയുള്ള ഈ വലുതിനെയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. 6 into 2 that is 12. അടുത്ത ഈ ഇവിടെയുള്ള 5 ആണ്. ഈ 5നെയും 1നെയും കണ്ടുപിടിക്കുന്നു. 5 into 1 that is 5. 17 സ്ക്വയേഴ്സ് ആണ് ഇതിലുണ്ടാവുക. എത്ര സ്ക്വയേഴ്സ് നക്ഷത്ര? 17. പക്ഷെ നേരത്തെ റെക്ടാങ്കിൾ എണ്ണാവും വേറെ വ്യത്യാസം ഉണ്ടാവും. അത് മനസ്സിലാക്കുക. രണ്ടും കൂടി കൺഫ്യൂഷൻ ആകുകയും ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് തന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ മൈക്ക് ഓൺ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെയും ഇതേ സമയത്ത് ക്ലാസ്, മറ്റന്നാളും ഇതേ സമയത്ത് ക്ലാസ്. ആ ക്ലാസ്സോടുകൂടി ഈ വർഷത്തെ LSSന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കും. LSS കഴിയുന്ന കുട്ടികൾക്ക് 5th സ്റ്റാൻഡേർഡിലേക്ക് അവർ കടക്കുമ്പോൾ തന്നെ വെക്കേഷൻ സമയത്ത് കണക്കിന് പ്രയാസമുള്ള കുട്ടികൾക്ക് ന്യൂമാത്സിനെയും USSനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ വെക്കേഷൻ സമയത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിളിക്കാം. നമ്പർ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കണക്കിന് പ്രയാസമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, USSന്റെ 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ആ സമയത്ത് മാത്രം പഠിച്ചാലൊന്നും USS കിട്ടില്ല. 5ലെയും 6ലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക. ശരി, ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഒരു റെക്ടാങ്കിൾ ഇവിടെ വേറൊരു ദിവസത്തിൽ നിന്ന് വരച്ചു. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. ഈ ഭാഗം പകുതിയാക്കിക്കൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്തു. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. യൂട്യൂബിൽ ഈ ക്ലാസ് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ അതിന്റെ മറുപടി അയക്കേണ്ടതാണ്. ഇതില് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ ഏതാണ്? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ ഏതായിരിക്കും എന്നാണ് ഒരു ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ആ ചോദ്യവും നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നോക്കൂ,
1 2 3 ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇതാണ് ആ രൂപം. എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് റെക്റ്റാങ്കിളാണ്, ചതുരങ്ങളാണ്. ചോദ്യം ഇതാണ്, എത്ര ചതുരങ്ങൾ ഇതിലുണ്ട്? ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ഹിയർ? രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഒന്ന്, ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഏതാണ്? രണ്ടാമത്തത് ഒരു ഫിഗറാണ്, ആ ഫിഗറിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്ന രണ്ട് ചോദ്യം.